നമസ്കാരം. ഇന്ന് 2025 മെയ് 26 ഏകദേശം 1.5 വർഷത്തിലധികമായിട്ട് എന്റെ കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ് മിസ്റ്റർ പ്രിൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ചും അതുപോലെ വാട്സപ്പ് ഓട്ടോമേഷൻസ്, ഈ കാര്യങ്ങള്, ഫേസ്ബുക്ക് ആഡുകള്, ഇതൊക്കെ എങ്ങനെ എത്രത്തോളം വളരെ പവർഫുൾ ആയിട്ട് ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചും, അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ട് ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയാം. അപ്പോ പ്രിൻസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോ പ്രിൻസ്, വെൽക്കം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്. നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായിട്ടുള്ള എക്സ്പീരിയൻസ് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഗുഡ് മോർണിംഗ് ഷാവി സാർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് പ്രിൻസ്. ഞാൻ ബേസ് ലൈൻ ഇന്റീരിയേഴ്സ് എന്ന സ്ഥാപനം കോട്ടയം പൊൻകുന്നത്ത് നടത്തുന്നു. അപ്പം എനിക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ആഡ് റൺ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഫേസ്ബുക്കിലും ഗൂഗിളിലും എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാവി സാറിനെ മീറ്റ് ചെയ്യുന്നത്, ഷാവി സാറിന്റെ ആഡ് കാണുന്നത്. അപ്പം അതിലൂടെയാണ് ഷാവി സാറിനെ പരിചയപ്പെടുന്നത്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ആൾക്കാരുമായിട്ട് സംസാരിച്ച അവർ വഴി ഞാൻ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വേറെ ആൾക്കാരെ സെർച്ച് ചെയ്തപ്പോഴാണ് ഷാബ് സാറിനെ കാണുന്നത്, പരിചയപ്പെടുന്നത്. അപ്പം ഷാബ് സാർ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഒരുപാട് നോക്കിയതിന് ശേഷമാണ് എനിക്ക് കംഫർട്ടാണ്, എനിക്ക് ആപ്റ്റായിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം എൻ്റെ ഒരു പോരായ്മ എന്നായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്കിൽ എനിക്ക് ആഡ് റൺ ചെയ്താലും റീച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ നല്ല ജെന്യുവൻ ലീഡ്സ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ അതിനുശേഷം ആ ലീഡ്സ് നമുക്ക് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. പിന്നെ ഒരു വാട്സപ്പിലൊക്കെ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ ബാൻ ആവുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരാളെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫേസ്ബുക്ക് ഡിജിറ്റൽ ആർട്സ് വേറെ ആളെ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പഠിച്ച് എനിക്ക് ഷാവി സാർ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതുവഴി ഫേസ്ബുക്ക് ആർട്സ് റൺ ചെയ്ത് എനിക്ക് നല്ല രീതിയിലുള്ള ലീഡ്സ് ജനറേറ്റ് ആയി. എനിക്ക് ഷാവി സാർ കുറെ കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞു തന്നായിരുന്നു. ഈ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും എല്ലാം. ഇപ്പൊ അതുപോലെ തന്നെ ഈ ലീഡ്സ് എനിക്ക് ഷാവി സാർ പറഞ്ഞ അനുസരിച്ച് ഒരുപാട് ലീഡ്സ് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പം ഞാൻ ഷാവി സാറിനോട് ചോദിച്ചു, ഇതെങ്ങനെ എനിക്ക് ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ആവുന്നുണ്ട്, ഇപ്പം മറ്റൊരാൾ ചെയ്യുന്നേക്കാളും ലീഡ്സും കൺവേർഷനും എല്ലാം വരാൻ തുടങ്ങി. അപ്പം എനിക്ക് പരിധിക്ക് അഭിപ്രായപ്പോൾ ടെലികോളേഴ്സിനെ വെച്ച് ഇത് മാനേജ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ എനിക്കുള്ള ഒരു കോളർ ആയിരുന്നു. അപ്പൊ അത് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു സംഭവം ഇപ്പോ വാട്സപ്പ് ഓട്ടോമേഷൻ കാര്യങ്ങള്, ഈ സംഭവങ്ങള് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റിയല്ലോ. കാരണം അതിപ്പോ നമ്മള് ഏകദേശം നല്ലൊരു എമൗണ്ട് ആയിരുന്നല്ലോ ഡെയിലി ബജറ്റ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്നത്. അതെ അതെ. എന്നിട്ട് അതിലൂടെ നല്ല ലീഡ്സ് വന്നിരുന്നു. ആ ലീഡ്സിന് നമ്മൾ ഇത് ഉപയോഗിച്ച് മാനേജ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ റീടാർഗറ്റ്, ഇപ്പോ ഇൻട്രസ്റ്റ് ആയ ആളുകളെ വീണ്ടും നമ്മൾ ബൾക്ക് മെസ്സേജിങ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചെയ്തിരുന്നു. അതിലൂടെയൊക്കെ നല്ല റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട് നന്നായിട്ട് വന്നു. അതിനുശേഷം എനിക്ക് ഈ വാട്ടി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആയപ്പോഴാണ് ഞാൻ അടുത്ത അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ അതിനുശേഷം നമുക്ക് ലിബ്രോമി വഴി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുമല്ലോ. അതെ അതെ. അപ്പൊ ഇതിനകത്ത് എനിക്ക് സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കുറച്ചും കൂടെ ഇപ്പം നമുക്ക് ഏത് സമയത്തും സാർ അവൈലബിൾ ആണ്. നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കണക്ട് ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ പെട്ടെന്ന് ഇപ്പം രാത്രിയിലാണേലും പകലാണെങ്കിലും ഏത് സമയത്താണേലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെയാണ് സാർ വഴി എനിക്ക് മുമ്പോട്ട് പോകാൻ വീണ്ടും താല്പര്യം തോന്നിയത്. ഇപ്പം പുതിയ കാര്യങ്ങൾ അപ്ഡേഷനും, എനിക്ക് പുതിയ അപ്ഡേഷൻസ് ഫേസ്ബുക്കിലാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പുതിയ സോഫ്റ്റ്വെയർസ് വരുന്ന അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ ഒപ്പം നിൽക്കുന്ന ആളുകളെ നമ്മളുമായിട്ട്
കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു തന്നെ. അപ്പൊ നോളജ് ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കാരണം എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, ആ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോ എങ്ങനെയായാലും നമ്മളൊരു കുറെ കാലമായി, ഒരു ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 വർഷത്തിലധികമായിട്ട് നമ്മളൊരു കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെ? ആ, അതെ, അതെ, അതെ. അപ്പൊ അതുവഴി എനിക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ സാധിച്ചു. ഞാനൊരു ആദ്യം നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഫാക്ടറി റെന്റിലായിരുന്നു. ഇപ്പം പുതിയൊരു സ്ഥലം വാങ്ങിച്ച് എനിക്ക് അതിലേക്ക് മാറ്റാൻ പുതിയൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ബേസിക് ആയിട്ട് ഷാവി സാറാണ് എനിക്ക് ഈ ഇപ്പം കസ്റ്റമർ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല അപ്പൊ ഇല്ല ഇല്ല. ഞാനിത് ഓൺലൈനിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഞ്ചിനീയേഴ്സിനെ അല്ലെ ആർക്കിടെക്ട്സിനെ പോയി നമ്മൾ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമുക്ക് ഒരുപാട് എൻക്വയറീസോ അല്ലെങ്കിൽ കസ്റ്റമറിനെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. ഇപ്പൊ ഇതുമൂലം എനിക്ക് ഒരുപാട് കസ്റ്റമറിനെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഏകദേശം 4-5 സ്റ്റാഫുകളായിരുന്നു. ഇപ്പൊ 22 സ്റ്റാഫുണ്ട്. ഇതെല്ലാം ഉം, ഉം. ആ, പുതിയ നന്നായിട്ട് ഫാക്ടറി. പോകുന്നു. സാലറി എല്ലാം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമറിനെ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഡൗട്ട് വരുമ്പോഴെല്ലാം ഞാൻ സാബി സാറിനെ വിളിക്കുന്നത്, എനിക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വന്ന് വിളിച്ച് സംസാരിക്കുന്നതെല്ലാം ഇതുകൊണ്ടാണ്. ഇപ്പം മുമ്പോട്ട് പോകും തോറും ഇപ്പം ഇനി അടുത്ത CRM കുറിച്ച് എനിക്ക് അറിയണം എന്നുണ്ട്. CRM എങ്ങനെയാണ് ഇത് ഇപ്പം ചാറ്റ് ബോട്ട് ഓൺ ആക്കി നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് ഗൂഗിൾ ഫോമിലേക്കെല്ലാം കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ ഇനി മാനേജ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതെ, ഇപ്പൊ ഇതിന്റെ നമ്മൾ അകത്ത് ആ ഒരു ഗൂഗിൾ ഷീറ്റ് ഒരു CRM ആയിട്ട് ഉപയോഗിക്കുന്നു. ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അങ്ങനെ അപ്ഡേറ്റ് ആയി പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യങ്ങൾ. ഇപ്പോ അന്ന് നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ റെന്റഡ് സ്ഥലത്തായിരുന്നു. ഇപ്പൊ നമ്മൾ സ്വന്തം സ്ഥലത്തായി. ഇനി അത് കൂടുതൽ മേഖലയിലേക്ക്, അതുപോലെ പിന്നെന്തോ പറഞ്ഞതല്ലോ, ഹോൾസെയിൽ, പിന്നെ ഡയറക്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യം. ട്രേഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉം. എന്തായാലും അപ്പൊ അതെല്ലാം ഇതുവഴി, അതെല്ലാം സാറ് പറഞ്ഞു തന്ന ഈ ലീഡ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓ, ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും, ഇപ്പം ഞാൻ ഈ സോഫ്റ്റ്വെയർ വാർത്തയാണെങ്കിലും ലിബ്രോമി ആണെങ്കിലും നമുക്ക് ആ ലിബ്രോമിയിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ബൾക്ക് മെസ്സേജ് ഒക്കെ അയക്കാലോ. ഇതുപോലെ തന്നെ ഇപ്പം ചെയ്യുന്ന അതേ രീതി തന്നെ നമുക്ക് ട്രേഡിങ്ങിന്റെയും ചെയ്യാലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പൊ എനിക്ക് വാട്സപ്പ്. അതിനകത്തും എനിക്ക് ഈ ചാറ്റ് ബോട്ട് റെഡിയാക്കി തരണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട്സ് ആഡ് ചെയ്ത് തരണം. അപ്പൊ അങ്ങനെയുള്ള ഹെൽപ്പുകൾ കുറെ വേണ്ടി വരും ആ സമയത്ത്. ഞാനിപ്പോ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഇന്റീരിയർ മേഖലയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ നമുക്ക് ട്രേഡിങ്ങിനും അതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. എന്നാലും എനിക്ക് അതൊന്ന് ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് എല്ലാവിധ ഹെൽപ്പ് ഉണ്ടാവും. നമ്മളെ ഒപ്പം നിൽക്കുന്നവരെ നമ്മൾ കൈപ്പിടിക്കുക, ഹാൻഡ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസിയാണ്. അതില് എന്തായാലും എനിക്ക് ഈ 1.5 വർഷം കൊണ്ട് സാറ് പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ച് എനിക്ക് നല്ലൊരു നേട്ടമാണ് ഉണ്ടായത്. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി. വളരെ നന്ദി അതിനകത്ത്. തീർച്ചയായിട്ടും. എനിവേ, നിങ്ങൾ ഈ ഒരു വാക്ക് കേട്ടതിന് വളരെയധികം ഞാൻ പ്രൗഡാണ്. വിത്ത് ഉം. ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലോട്ട് ഓഫ് താങ്ക്സ്. ഹാവ് പിന്നെ എ ഗുഡ് ഡേ. ഒരുപാട് പേരോട് ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഷാബി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇന്ന പോലെ. അപ്പം എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്ന വ്യക്തിയാണ്. എന്റെ ബിസിനസ്സിന് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടായതിന് സ്വാധീനം ചെലുത്തിയ ഒരാളാണ് എന്നുള്ളതൊക്കെ ഞാനിപ്പം എല്ലാവരോടും പലരോടും സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്. ഇന്റീരിയർ ഫേം നടത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടെല്ലാം ഞാൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, ഓ തീർച്ചയായിട്ടും. പ്രിൻസിന്റെ വാക്കുകൾ എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തുന്നുണ്ട്. എനിവേ, അപ്പോ താങ്ക് യു സോ മച്ച് ഈ ഒരു നല്ല വാക്കുകൾ തന്നതിന്. ഇനിയും നമുക്ക് കൂടുതൽ കാലം ഒരുമിച്ച് മുന്നേറാൻ പറ്റട്ടെ എന്ന് പിന്നെ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സാർ, താങ്ക് യു.